കേരളത്തിന് ഇതെന്തുപറ്റി എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാവരിൽ നിന്നും ഉയരാം. കേട്ടുകേൾവിയില്ലാത്ത അതിക്രൂര കൊലപാതക വാർത്തകളാണ് പുറത്തുവരുന്നത്. ചേന്നമംഗലം നെന്മാറ കൂട്ടക്കൊലകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് കൊലപാതകവും. ആലുവ കൂട്ടക്കൊല, കൂടത്തായി കൊലപാതക പരമ്പര, നന്ദൻകോട് കൊലപാതകം, പിണറായി കൂട്ടക്കൊല എന്നിങ്ങനെ നാട് നടുങ്ങിയ നിരവധി കൊലപാതകങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട്. 2001 ജനുവരി 6-നാണ് ആലുവയിലെ മാഞ്ഞൂരാൻ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ടത്. അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജമോൻ, ദിവ്യ, അഗസ്റ്റിന്റെ അമ്മ ക്ലാര, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവായ ആന്റണിയായിരുന്നു പ്രതി. വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടിട്ട് കൊച്ചുറാണി നൽകാത്തതായിരുന്നു കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആന്റണിയുടെ ശിക്ഷ പിന്നീട് ജീവപര്യന്തമായി കുറച്ചിരുന്നു. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ജോളി ജോസഫ് നടത്തിയ ആസൂത്രിത കൊലപാതക പരമ്പരയാണ് കൂടത്തായി കൂട്ടക്കൊല. 14 വർഷത്തിനിടെ കൂടത്തായിയിൽ ഒരു കുടുംബത്തിലെ 6 പേർ കൊല്ലപ്പെടുകയായിരുന്നു. 2019 ഒക്ടോബർ 5-ന് മുഖ്യപ്രതി ജോളി അറസ്റ്റിലായി. ടോം തോമസ്, ഭാര്യ അന്നമ്മ തോമസ്, മകൻ റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ MM മാത്യു, ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജൂസ് കറിയയുടെ മകൻ ആൽഫൈൻ, ഷാജൂസ് കറിയയുടെ ഭാര്യ സിലി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്തി. സയനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. റോയ് തോമസിന്റെ മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മറ്റ് 5 മൃതദേഹങ്ങളും ജോളി തന്റെ സ്വാധീനം ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചെന്നാണ് കണ്ടെത്തൽ. സയനൈഡ് ജോളിക്ക് നൽകിയ മാത്യു ആണ് കേസിലെ 2ാം പ്രതി. കേസിൽ വിചാരണ നടന്നുവരുന്നു. 2017 ഏപ്രിൽ 9-ന് തിരുവനന്തപുരം നന്ദൻകോട് അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിങ്ങനെ 4 പേരെ കേഡൽ ജീൻസൺ രാജ കൊലപ്പെടുത്തിയത് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിലാണ്. ഇവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നുവെന്നാണ് കേഡൽ പറഞ്ഞത്. 2012 സെപ്റ്റംബർ 9-നാണ് പിണറായി കൂട്ടക്കൊലപാതക പരമ്പരയുടെ തുടക്കം. മകളെയും മാതാപിതാക്കളെയും ഉൾപ്പെടെ 4 പേരെ സൗമ്യ എന്ന യുവതിയാണ് കൊലപ്പെടുത്തിയത്. 1.5 വയസ്സുകാരി കീർത്തന വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത്. 6 വർഷങ്ങൾക്ക് ശേഷം സഹോദരി ഐശ്വര്യ കിഷോർ ഛർദിയെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചു. 43 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അമ്മുമ്മ കമലയുടെ മരണം. കമല മരിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് കുഞ്ഞികൃഷ്ണനും സമാന രീതിയിൽ മരിച്ചു. കുടുംബത്തിൽ അവശേഷിച്ച സൗമ്യയാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തൽ. കണ്ണൂർ വനിതാ ജയിലിലായ സൗമ്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2018 ജൂലൈ 29-ന് തൊടുപുഴ കമ്പക്കക്കാനം കാനാട്ട് വീട്ടിൽ കൃഷ്ണൻ, ഭാര്യ സുശീല, മക്കളായ ആർഷ, അർജുൻ എന്നിവരെ 4 പേർ ചേർന്ന് കൊലപ്പെടുത്തി. തൊടുപുഴയിൽ 2022-ൽ മറ്റൊരു കൂട്ടക്കൊലയും നടന്നു. ഉറങ്ങിക്കിടന്ന മകനെയും കുടുംബത്തെയും മുറിയിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ഇടുക്കി ചീനിക്കുഴി മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ മെഹ്റിൻ, അസ്ന എന്നിവരായിരുന്നു മരിച്ചത്. ഫൈസലിന്റെ പിതാവ് ഹമീദ് മക്കാറായിരുന്നു കേസിലെ പ്രതി. സ്വത്തിന്റെ പേരിൽ മകനുമായി ഉണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2025 ജനുവരി 27-ന് പാലക്കാട് കൊല്ലങ്കോട് പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചു. പോത്തുണ്ടിയിൽ അപ്പായിയുടെ ഭാര്യ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെ ചെന്താമര കൊലപ്പെടുത്തി. 2025 ജനുവരി 15-നാണ് എറണാകുളം ചേന്ദമംഗലം പേരേപ്പാടത്ത് ദമ്പതികളെയും മകളെയും വീട്ടിൽ കയറി ഋതു എന്ന യുവാവ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചു കൊന്നത്. ചേന്ദമംഗലം സ്വദേശികളായ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വേണുവും കുടുംബവും അപകീർത്തിപ്പെടുത്തുന്നതിനാലാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു ഋതുവിന്റെ മൊഴി. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24.